നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ സംവിധായകൻ ഡോക്ടർ ബിജു നമുക്ക് പറഞ്ഞിരുന്നു. ഡോക്ടർ ബിജു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. 84 വയസ്സുള്ള ഒരു വന്ധ്യവയോധികനായിട്ടുള്ള മലയാള സിനിമയ്ക്ക് ഇത്രയേറെ സംഭാവനകൾ ചെയ്ത അടൂർ ഗോപാലകൃഷ്ണൻ പിള്ള ഒരാൾ പറയുന്നത് പരിശീലനം വേണമെന്നാണ്. പരിശീലനം വേണമെന്ന് പറയുന്നത് അതെങ്ങനെയാണ് തെറ്റാകുക? അടൂരും അത് തന്നെ പറയുന്നു. ഞാൻ പരിശീലനം വേണമെന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഞാൻ പിന്മാറുന്നില്ല. എല്ലാത്തിനകത്തും എന്തിനാണ് ദുഷ്ടലാക്ക് കാണുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ അപ്പുറത്ത് നിൽക്കുന്നവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിന് കൈയടിക്കാൻ ആൾക്കാരുണ്ടാകുന്നു, വാദിക്കാൻ ആൾക്കാരുണ്ടാകുന്നു. എന്താണ് മറുപടി? പരിശീലനം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആർക്കും പരിശീലനം എപ്പോഴും കിട്ടുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. പക്ഷേ പരിശീലനം ഒരു വിഭാഗത്തിന് മാത്രം മതി എന്ന ദുസൂചന വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ വിഭാഗത്തിന് മാത്രം എന്താണ് പരിശീലനം കിട്ടേണ്ടത്? മെറിറ്റ് കുറവുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ആദ്യം പരിശീലനം നൽകേണ്ടത് ഈ നമ്മുടെ കേരള ഗവൺമെന്റ് ഈ വനിതകൾക്കും പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളുകൾക്കുമായി ഈ സ്കീം തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമേ ആയുള്ളൂ. പട്ടികവർഗ വിഭാഗക്കാർക്കുള്ളത് തുടങ്ങിയിട്ട് 3 വർഷമേ ആവുന്നുള്ളൂ വനിതകൾക്കുള്ളത് തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് 50 വർഷമായിട്ട് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിനിമാ നിർമ്മാണത്തിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. 50 വർഷമായി 300-ലേറെ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ NFDC കൊടുക്കുന്നത് അതും ടാക്സ് പേയേഴ്സിന്റെ പൈസ തന്നെയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പൊ അവിടെ ഈ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇതേ പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് വേണ്ടേ? അതെന്താണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആ ട്രെയിനിങ് 50 വർഷമായി അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രായത്തിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളാണല്ലോ അത്. അന്നേ അത് നിഷ്കർഷിക്കാമായിരുന്നല്ലോ. ഇതുവരെയായും അവിടെ ട്രെയിനിങ് കണ്ടിട്ടില്ല. അത് പൊതുവിഭാഗത്തിനായതുകൊണ്ടാണോ ആ ട്രെയിനിങ് വേണ്ടാത്തത്? അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് ഫണ്ട് മേടിച്ചിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. പുതിയ ആളുകളാണ്, ഫസ്റ്റ് ഡയറക്ടേഴ്സിനും സെക്കൻഡ് ഡയറക്ടേഴ്സിനുമാണ് ഇപ്പോൾ അവിടെ കൂടുതലും ഫണ്ടിങ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ട്രെയിനിങ് വേണ്ടേ? അതല്ലേ ആദ്യം പറയേണ്ടത്. കൂടുതൽ സിനിമകൾ അവിടെയല്ലേ ഉണ്ടാകുന്നത്. പ്രതിവർഷം ഏതാണ്ട് 8-10 സിനിമകൾ വീതം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ വേണ്ട അവിടെ വേണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ മിണ്ടാതിരിക്കുകയും 50 വർഷമായി മിണ്ടായിരിക്കുകയും ഇവിടെ കഴിഞ്ഞ 2-3 വർഷമായി തുടങ്ങിയ ഒരു കാര്യത്തിൽ ട്രെയിനിങ് വേണമെന്നതും ഇവിടെ ട്രെയിനിങ് കൃത്യമായി പ്രോപ്പറായി കൊടുത്തിട്ടാണ് ഈ ആളുകളെല്ലാം സിനിമ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രോസസ്സിലൂടെയാണ് നടന്നു പോയിട്ടുള്ളത്. ഈ അപേക്ഷ വിളിച്ചിട്ട് അതൊരു വിദഗ്ധ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും അവർ ഇന്റർവ്യൂ നടത്തുകയും അതിനുശേഷം വിദഗ്ധരായ ആളുകളെ വെച്ചിട്ടുള്ള മെന്റർഷിപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. വീണ്ടും അവർക്ക് മാത്രം ട്രെയിനിങ് വേണമെന്ന് പറയുന്നത് ആ പദ്ധതി അട്ടിമറിക്കുന്നതിന് ഉള്ള ആലോചനയാണ്. ആ പദ്ധതി പാടില്ല. ഇങ്ങനെ വനിതകളും ദളിതരുമായ ആളുകൾക്ക് സർക്കാർ ചെലവിൽ അങ്ങനെ സിനിമ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ആളുകൾ ഉണ്ടാവേണ്ട എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമാണോ എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് സംശയിക്കാൻ പറ്റുള്ളൂ. ഈ കൂടുതൽ പേർക്ക് സിനിമ നിർമ്മിക്കാൻ കഴിയും ചെറിയ തുകയാണെങ്കിൽ. അങ്ങനെ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. കച്ചവട സിനിമ എടുക്കാനല്ല സർക്കാർ ധനസഹായം നൽകേണ്ടത് എന്നുകൂടിയാണ് അടൂർ പറഞ്ഞത്. അതിനെയൊക്കെ വളച്ചൊടിക്കുകയാണ് എന്ന് പറയുന്നവരുമുണ്ടല്ലോ ഇതിനകത്ത്. ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ അവസാന സിനിമ ചെയ്തിട്ടൊരു 12-13 വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു ബജറ്റിംഗ് വെച്ചൊക്കെ ആയിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ സംസാരിക്കുന്നത്. അന്നത്തെ കാലത്തെ ചായയുടെ വിലയല്ല ഇന്നത്തെ കാലത്ത് ഉള്ളത്. അന്നത്തെ കാലത്തെ വെളിച്ചെണ്ണയുടെ വിലയല്ല ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില. അപ്പം മൊത്തം ചെലവുകൾ ആനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു 1.5 കോടി കൊടുക്കുക എന്ന് പറയുന്നത് 1.5 കോടി കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ. അതിൽ 1,10,00,000 രൂപയാണ് കൊടുക്കുന്നത്. ബാക്കി 40,00,000 രൂപ ആ സിനിമയുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് KSFDC തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പൈസ ഒന്നും ഈ ഡയറക്ടർക്ക് കയ്യിൽ കൊടുക്കുകയല്ലല്ലോ. ഈ പൈസ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ KSFDC തന്നെയല്ലേ ചെലവഴിക്കുന്നത്. KSFDCയുടെ ഉദ്യോഗസ്ഥർ, KSFDC ഏർപ്പെടുത്തുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ ഇവരൊക്കെ തന്നെയല്ലേ ബജറ്റ് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു സിനിമ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു 10 ആവശ്യമില്ല, അതൊരു 35 ലക്ഷത്തിൽ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ അത് ആ ഡയറക്ടറുമായി ഇരുന്ന് സംസാരിച്ച് അവർക്ക് തന്നെ ഡിസൈൻ ചെയ്യാമല്ലോ. ഈ പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന KSFDC അല്ലേ. അപ്പോൾ ഇതൊരു സർക്കാർ ഒരു മാക്സിമം തുക വെച്ചിരിക്കുന്നു, അതിനകത്ത് നിന്നൊരു സിനിമ എടുക്കുന്നു, അത് ചുരുക്കി നിങ്ങൾ 10 ലക്ഷം വീതം 15 പേർ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ കൊടുക്കുന്ന NFDC 10 ലക്ഷം രൂപ 30 പേർക്ക് സിനിമ ചെയ്തുകൂടെ? അപ്പൊ ആ പറയുന്നതിലൊന്നും ഒരു കഥയില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഒരു 1.5 കോടി എന്ന് പറയുന്നത് അതിൽ 1,10,00,000 ഇപ്പോൾ കൊടുക്കുന്നത്. ആ 1,10,00,000 എന്ന് പറയുന്നത് ഇന്ന് വളരെ മാന്യമായ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു മാന്യമായ ഒരു ബജറ്റ് തന്നെയാണത്. ഡോക്ടർ ബിജു, ഒറ്റ കാര്യം കൂടെ. ശ്രീ സംവിധായകൻ ജോസ് തോമസ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം മാത്രമല്ല സംവിധായകരടക്കം തിരക്കഥാകൃത്തുകളൊക്കെ അടക്കം അടൂരിൻ്റെ ഈ പരാമർശത്തിനെ അഭിനന്ദിക്കുകയും ഇതിനെ ദുഷ്ടലാക്കോടുകൂടി കാണരുത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ഇട്ടവരൊക്കെ ഉണ്ട്. അടൂരിനെ പോലെ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ കൊണ്ടുവന്ന ഒരാൾ മറ്റെന്തെങ്കിലും ആരെയും തരം താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇത് വളച്ചൊടിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. സ്ത്രീ കഥാപാത്രമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സിനിമകളിലാണ് അത്ര ശക്തമായ സ്ത്രീ കഥാപാത്രം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരി, തുടർന്നോളൂ, ബാക്കി ചോദിച്ചോളൂ.
തീർച്ചയായിട്ടും അതിൽ തന്നെ ഒരു വിയോജിപ്പ് വരുമ്പോൾ ഞാൻ എലിപ്പത്തായം അടക്കം ഞാൻ പറയുമ്പോൾ ശരി. പക്ഷേ മലയാള സിനിമയിൽ സ്ത്രീകളുടെ പോരാട്ടം പല വഴിക്ക് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ഈ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷേ അത് അങ്ങനെ കാണേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളവരോട് എന്താണ് താങ്കളുടെ മറുപടി? അത് ഇതിനകത്ത് സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും ആര് പറഞ്ഞാലും, അതിന് 1 വയസ്സുള്ള ഒരാൾ പറഞ്ഞാലും 100 വയസ്സുള്ള ഒരാൾ പറഞ്ഞാലും അത് സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും തന്നെയാണ്. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നെങ്കിൽ അത് അവരുടെ സാമൂഹിക ബോധം, അവരുടെ സാംസ്കാരിക ബോധം, അവരുടെ പൊതുബോധം അത് അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവർക്ക് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തോടും ചേർന്ന് നിൽക്കുന്ന അത്തരത്തിലുള്ള സംസ്കാരത്തോടുമാണ് അവർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുക. അത് അവരുടെ പൊതുബോധം. പക്ഷെ അത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകണമെന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ല. മനുഷ്യപക്ഷത്തു നിന്ന് ആലോചിക്കുന്ന, സ്ത്രീപക്ഷത്തു നിന്ന് ആലോചിക്കുന്ന, മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ പക്ഷത്തു നിന്ന് ആലോചിക്കുന്ന എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ ബോധ്യമാകും. അത്തരം രാഷ്ട്രീയത്തിനോടും പ്രവൃത്തിയോടും ഒപ്പം അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യും. അതിനെ മറുത്തു പറയുന്നത് ഇത് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തുറന്നു പറയുവാനുള്ള ആർജവം ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ദയവായി ഒരൊറ്റ സെക്കൻഡ് ഡോക്ടർ ബിജു. ശ്രീ ജോസ് തോമസ്, ഒരു മലയാള